ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കോതമംഗലത്ത് നടക്കുന്ന കേരളോത്സവത്തിന്റെ തീം സോങ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ പ്രകാശനം ചെയ്തു. ഏപ്രിൽ 8 മുതൽ 11 വരെ കോതമംഗലത്ത് നടക്കുന്ന കേരളോത്സവത്തിന്റെ തീം സോങ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ പ്രകാശനം ചെയ്തു. ജനങ്ങളിൽ നല്ല അവയർനെസ് കൊടുക്കാൻ കഴിയുന്ന പദ്ധതി പ്രവർത്തനങ്ങൾ നമുക്ക് സ്വമേധയെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ജനമായി കേരള ജനത മാറണം. നമ്മുടെ സമൂഹത്തെയും തലമുറകളെയും തന്നെ തീർത്ത് കളയാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. മുഖ്യമന്ത്രി അതിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. എല്ലാവരും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി മനസാക്ഷിപൂർവമായി നിൽക്കുന്ന സ്ഥിതിയാണ് കേരളത്തിൽ കാണുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഈവനിങ് ടൈമുകളിൽ നമ്മുടെ ചെറുപ്പക്കാരെ എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കും. അവരെ കളിക്കളത്തിലിറക്കുക, അവരെ പ്രോത്സാഹനജനകമായി വളർത്തിയെടുക്കാനുള്ള അവസരങ്ങൾ രൂപപ്പെടുത്തുക. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം സഭയിൽ ഞാൻ വ്യക്തമാക്കി, നമ്മുടെ ഇറിഗേഷൻ്റെ സ്ഥലം ഇപ്പോൾ ഉപയോഗിക്കാൻ ആവശ്യമില്ലാതെ നിൽക്കുന്നതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് കളിക്കളത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പഞ്ചായത്തിനോ ബ്ലോക്ക് പഞ്ചായത്തിനോ ജില്ലാ പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ ഒക്കെ സാധിക്കുന്ന വിധത്തിൽ. തീം സോങ്ങിന്റെ രചന BK ഹരിനാരായണനും സംഗീതം ബിജി ബാലുമാണ് നിർവഹിച്ചത്. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, KA ജോയ്, റോണി മാത്യു, റഷീദ സലീം, KN നൌഷാദ്, അൻവർ അലി, MK ഗോപി, മാർട്ടിൻ സണ്ണി, NC ചെറിയാൻ, പ്രജീഷ R എന്നിവർ പങ്കെടുത്തു. ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാണെന്ന് ഞാൻ വ്യക്തമാക്കുകയുണ്ടായി. സ്ഥലത്തിൻ്റെ കുറവ് കൊണ്ട് ഇനി അത് സംഭവിക്കേണ്ട. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് രൂപപ്പെടുത്തിയെടുത്ത് അവിടെ കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, പന്ത് കളിക്കാൻ, സ്പോർട്സിൽ പങ്കെടുക്കാൻ ആ ഒരു നല്ല ടീം യൂണിറ്റി സ്പിരിറ്റ് രൂപപ്പെടുത്തിയില്ലെങ്കിൽ ആ ടൈമാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ സാധ്യതയുണ്ടാകുന്നുള്ള തിരിച്ചറിവ് വേണം. നമ്മുടെ സ്കൂളുകളെ കാവലാളെ പോലെ സംരക്ഷിക്കാൻ ഓരോരുത്തരും തയ്യാറാണ്. നമ്മളെ കുട്ടികളെ സ്ക്രീൻ ചെയ്യണം. അവിടെ വരുന്ന ആൾക്കാരെ കൃത്യമായി മനസ്സിലാക്കണം. അതിൻ്റെ പോലീസ് എക്സൈസ് മാത്രം പോരാ, ഓരോ പൗരനും ഈ രാജ്യത്തെ ഇത്തരം കാര്യങ്ങളിൽ ചുമതലയും ഉത്തരവാദിത്വമുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി കർമ്മരംഗത്തേക്ക് ഇറക്കാൻ തയ്യാറാകണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോത്സാഹനകരമായ കാര്യങ്ങൾ നേട്ടങ്ങളാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഈ യുവജനോത്സവം നടക്കുമ്പോൾ, കേരളോത്സവം നടക്കുമ്പോൾ വലിയ ന്യൂസ് ബ്യൂറോ, കോതമംഗലം.